ഏപ്രിൽ 10 ചാൾസിലെ വിശുദ്ധ ഫുൾബെർട്ട്. ജനനം ഇറ്റലിയിൽ 960 വർഷം. മരണം ഫ്രാൻസിൽ 1028 1029 ഏപ്രിൽ 10 എഴുത്തുകാരൻ, കവി, അധ്യാപകൻ, തത്വചിന്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്ന വിശുദ്ധ ഫുൾബെർട്ട് ഓഫ് ചാൾസിൻ്റെ ജീവിതത്തെ നമുക്ക് നോക്കിക്കാണാം. 1006 മുതൽ 1028 വർഷം വരെ ചാൾസിലെ ബിഷപ്പായിരുന്ന ഫുൾബെർട്ട് ഓറിലാക്കിലെ സ്കൂളിൽ അധ്യാപകനായിരുന്ന ഫാദർ ഹെർബർട്ടിൻ്റെ ശിഷ്യനായിരുന്നു. ഗെർബർട്ട് പിന്നീട് മാർപ്പാപ്പയായപ്പോൾ സിൽവസ്റ്റർ രണ്ടാമൻ എന്നാണ് നാമം സ്വീകരിച്ചത്. മാതൃഭക്തനായിരുന്ന ഫുൾബെർട്ട് സെപ്റ്റംബർ 8 നടക്കുന്ന മാതാവിൻ്റെ നേറ്റിവിറ്റി തിരുനാളിൻ്റെ പ്രചുര പ്രചാരകനായിരുന്നു. ചാൾസ് കത്തീഡ്രലിൻ്റെ പുനർനിർമ്മാണം നടത്തിയതിനും ദേവാലയത്തോടനുബന്ധിച്ച് റൈംസിലെ കത്തീഡ്രലിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സ്കൂൾ തുറന്നതുമെല്ലാം വിശുദ്ധ ഫുൾബെർട്ടിനെക്കുറിച്ച് ഇന്ന് നമുക്ക് ലഭ്യമായ ചരിത്ര സത്യത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ്. ബിഷപ്പായിരുന്ന 1004 1028 ഇടയിൽ അദ്ദേഹം എഴുതിയ മതപരവും അല്ലാത്തതുമായ കത്തുകൾ, പ്രഭുക്കന്മാർക്കും സമൂഹത്തിലെ ഉന്നതർക്കുമായി നൽകിയ കത്തുകൾ, അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രരേഖകളും സാമൂഹിക ഉന്നമനത്തിനായി ഒരു ക്രിസ്ത്യാനി എത്രത്തോളം ത്യാഗസന്നദ്ധമായ സേവനമാണ് ചെയ്തതെന്ന് വ്യക്തമാക്കുന്നതാണ്. മാതാവിനെക്കുറിച്ചുള്ള കവിതകളിലും ലേഖനങ്ങളിലും അദ്ദേഹം തൻ്റെ മാതൃഭക്തി വെളിപ്പെടുത്തുകയും അനേകം ആളുകളെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും സഹായിച്ചു. വിശുദ്ധ ഫുൾബെർട്ടിൻ്റെ ജനന സ്ഥലത്തെക്കുറിച്ചോ വർഷത്തെക്കുറിച്ചോ വ്യക്തതയില്ല. ഇറ്റലിയിലാണ് ജനിച്ചതെന്ന് പറയപ്പെടുന്നു. ഫ്രാൻസിലെ റോബർട്ട് രണ്ടാമൻ രാജകുമാരൻ സഹപാഠിയായിരുന്നുവെന്ന് പറയുന്നു. ഫുൾബെർട്ടിനെ സഭ ഔദ്യോഗികമായി വിശുദ്ധനായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ 1028 1029 ഏപ്രിൽ 10 മരണമറിഞ്ഞ ഫുൾബെർട്ടിനെയും അദ്ദേഹം സഭയ്ക്ക് നൽകിയ, സമൂഹത്തിന് നൽകിയ സംഭാവനകളെയും അനുസ്മരിക്കുവാൻ ചാൾസ് രൂപതയ്ക്ക് റോം അനുമതി നൽകി. ജസ്സയുടെ കുറ്റിയിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്ന മുള, അത് മേരിയിലൂടെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് വിശദമാക്കിക്കൊണ്ട് തിരുക്കുടുംബ വൃക്ഷത്തിൻ്റെ വിവരണം അദ്ദേഹം നൽകിയത് ആ കാലഘട്ടത്തിൽ വളരെ പ്രശസ്തമായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഒരു വ്യക്തിയെ വിശുദ്ധനായി സഭ പ്രഖ്യാപിക്കുന്ന രീതി നിലവിൽ വന്നിരുന്നില്ല. എന്നാൽ ജീവിത വിശുദ്ധി കൊണ്ടും സഭയ്ക്ക് നൽകിയ സംഭാവനകൾ കൊണ്ടും ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെ സമൂഹം വിശുദ്ധനെന്നാണ് വിളിച്ചിരുന്നത്. അതാണ് സഭ ഇന്ന് അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് അനുസ്മരിക്കുവാൻ രൂപതയ്ക്ക് അനുമതി നൽകുവാൻ കാരണം. വചനം എസെക്കിയേൽ 36:26. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. വിചിന്തനം. സീനായിലെ വിശുദ്ധ ബെർണാഡിൻ്റെ വാക്കുകൾ. നിങ്ങളുടെ സകല പ്രവൃത്തികളിലും ദൈവരാജ്യത്തിനും ദൈവമഹത്വത്തിനും പ്രഥമസ്ഥാനം നൽകുക. സഹോദര സ്നേഹത്തിൽ നിലനിൽക്കുക. മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവ നീ തന്നെ ആദ്യം അഭ്യസിക്കുക.